ഇന്ത്യൻ ആർമിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. SSC മാൻ ആൻഡ് വുമണിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഈ പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടാവും. നമുക്ക് വന്നിട്ടുള്ള ഈ തസ്തികയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. SSC മെൻ ആൻഡ് വുമണിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. SSC എന്ന് പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ്, അല്ലാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ രണ്ട് നോട്ടിഫിക്കേഷനാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന് നോർമലി എല്ലാവർക്കും കയറാൻ പറ്റുന്ന മെയിൽ ആൻഡ് ഫീമെയിൽസിന് കയറാൻ പറ്റുന്നതും, പിന്നെ അതുപോലെ തന്നെ വിഡോസ് എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ളവരുടെ ഭാര്യമാരെയാണ് വിഡോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്കും ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നോർമലി അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിലുള്ള അതിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാം. അതുപോലെ വിഡോസിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട്. ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. പോസ്റ്റിങ്ങിൽ ട്രെയിനിങ് ടൈം തന്നെ നിങ്ങൾക്ക് 56,000-ൽ കൂടുതൽ എമൗണ്ട് തീർച്ചയായിട്ടും ഒരു സ്റ്റൈപ്പൻഡ് പോലെ, സാലറി പോലെ എല്ലാ മാസവും ലഭിക്കുന്നതുമായിരിക്കും. ഇത് ട്രെയിനിങ് പീരീഡ് മാത്രം ലഭിക്കുന്നതാണ്. പോസ്റ്റിംഗ് കയറുമ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതലായിരിക്കും നിങ്ങളുടെ ശമ്പളം. അതുമാത്രമല്ല നിരവധി അലവൻസും ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതിന് എക്സാം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുൻപുള്ള NCC എൻട്രീൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ JAG എൻട്രീൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊന്നും എക്സാം ഇല്ല, ഒരു SSB ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, SSB ഇൻ്റർവ്യൂ നിസ്സാരമല്ല, ഒരുപാട് കടമ്പകളുണ്ട്. സംഭവം സത്യമാണ്. എന്താണ് SSB ഇൻ്റർവ്യൂ എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ആ സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ വേണമെന്ന്. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫ് ട്രാക്ക് മലയാളം SSB ഇൻ്റർവ്യൂ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. 5 ദിവസത്തെ ഡീറ്റെയിൽ പ്രൊസീജിയർ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ലെറ്റ്സ് കം ബാക്ക് ടു ദി നോട്ടിഫിക്കേഷൻ. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് തന്നെ കിടക്കാം. ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് SSC മാൻ അതുപോലെ തന്നെ SSC വുമണിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ടെക്നിക്കലാണ്, അതുപോലെ തന്നെ നോൺ UPSC ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഏജ് 2 ഏപ്രിൽ 1998-നും അതുപോലെ തന്നെ 1 ഏപ്രിൽ 2005-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ വിഡോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഡോസ് എന്ന് പറയുമ്പോൾ ആർമിയിൽ വീരമൃത്യു വരിച്ചിട്ടുള്ളവരുടെ ഭാര്യമാർ. അപ്പോൾ അവർക്കുള്ള ഏജ് ലിമിറ്റ് 30 വയസ്സ്, മാക്സിമം 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിക്കുക. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ഇത് നോർമലാണ്, അതായത് സാധാരണ എല്ലാവർക്കും ആൺകുട്ടികളും പെൺകുട്ടികളും SSC വിഡോസ് അല്ലാതെ SSC മെൻ ആൻഡ് വുമണിന് അപേക്ഷിക്കുന്നവരുടെ ക്വാളിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ അപ്ലൈയിങ് ദി കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ദി റിക്വസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ഏത് കോഴ്സാണെന്ന് നമ്മൾ മുന്നോട്ട് പറയുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കോഴ്സ് ഉള്ളവർക്ക്, ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് മുന്നോട്ട് പറയുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ഹിയർ or are in the final year of engineering degree course are eligible to apply. അവസാന വർഷ ഉദ്യോഗാർത്ഥികളും ഇതിന് അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ 1 ഏപ്രിൽ 2025-ന് മുൻപാകം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം അതാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങളത് ഹാജരാക്കിയാൽ മതിയാകും. അപ്പോൾ ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ SSB ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷിക്കുന്ന സമയത്ത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിഡോസിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അത് അവിടെ ടെക്നിക്കലും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടെക്നിക്കലും ഉണ്ട്. ഇവിടെ SSC വുമൺ വിഡോസിൻ്റെ നോൺ ടെക്നിക്കൽ നോൺ UPSC ഇവിടെ കാണാൻ സാധിക്കും. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിനിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ SSC വുമണിൻ്റെ തന്നെ ടെക്നിക്കൽ വിഡോസിൻ്റെതാണ് BE BTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എനി സ്ട്രീം മതി. ഇനി നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് SSC വുമൺ അതുപോലെ തന്നെ മെന്നിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം വേണമെന്ന്. ഏതൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ കോഴ്സ് എടുത്ത്, അതായത് ഏതൊക്കെ കോഴ്സ് എടുത്ത് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക, അതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഏകദേശം 3-ാമത്തെ പേജ് മുതൽ അതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്
കോർ എഞ്ചിനീയറിംഗ് സ്ട്രീമാണ്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്ട്രീം അതിൻ്റെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇക്വിവാലൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീം അത് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സിവിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. സിവിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സിവിൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ ആർക്കിടെക്ചർ. അപ്പോൾ അതിനെ തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, സിവിൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ സിവിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതെടുത്ത് നിങ്ങൾ പഠിച്ച് ജസ്റ്റ് ഒന്ന് പതിയെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ 3D ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്സ് ഇതൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുക. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്ട്രീം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇക്വലൻ്റ് സ്ട്രീം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രിക്കൽ ഫീൽഡിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രോണിക്സ് ഫീൽഡിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത് പഠിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ആ ഒരു ഇലക്ട്രിക്കൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫൈബർ ഒപ്റ്റിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്ട്രീം എടുത്ത് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച കോഴ്സ് ഇതിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒട്ടുമിക്ക എല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, അതുമായിട്ട് ഓട്ടോമൊബൈൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രീമൊക്കെ എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ടെക്, പിന്നെ റിമോട്ട് സെൻസിങ്, പിന്നെ ബാലിസ്റ്റിക്സ് ഇതൊക്കെ എടുത്ത് പഠിച്ചവർക്കുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെൻസിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. SSC മെന്നിൻ്റെ വേക്കൻസിയാണ് ഇത്. ഏകദേശം 350ഓളമാണ്. 350 ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി. ഇനി ഫീമെയിൽസിന് SSC വുമണിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ അത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. സിവിൽ അതിൻ്റെ സ്ട്രീം, അതിൻ്റെ ഇക്വലൻ്റ് സ്ട്രീം അത് ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തവർക്ക് അപേക്ഷിക്കാനുള്ള ഇത് ഫീമെയിൽസിന് വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ വന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇലക്ട്രോണിക്സ് വന്നത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ അങ്ങനെയുള്ള സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫീമെയിൽസിന് വന്നിട്ടുള്ളത്. ഫീമെയിൽസിന് ടോട്ടൽ 29 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വിഡോസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. വിഡോസിൽ ടെക്കിനും നോൺ ടെക്കിനുമായിട്ട് 2 വേക്കൻസി, ഓരോന്നിനും ഓരോരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ളതിന് 350ഉം 29ഉമായിട്ടാണ് ഫീമെയിൽസിനും മെൻസിനും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം. ഏകദേശം 49 വീക്കിലെ ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി, അത് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്, തമിഴ്നാട്. അപ്പോൾ അവിടുന്ന് ലഭിക്കുന്നത് ആ ഒരു സമയത്ത് ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 56,000 മുകളിലാണ് സാലറി പോലെ ലഭിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് പോസ്റ്റിംഗ് ആവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺ കമ്മീഷനായിട്ട്. അതിനുശേഷം 2 വർഷം കഴിയുമ്പോൾ ക്യാപ്റ്റൻ, മേജർ ഇങ്ങനെ നിങ്ങളുടെ പ്രൊമോഷൻ ലെവൽ ഉയർന്ന കാണാൻ സാധിക്കും. പിന്നെ അതിനനുസരിച്ച് സാലറി ഏറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു സാലറീൻ്റെ പുറമെ നിങ്ങൾക്ക് അലവൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏകദേശം റാങ്ക് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ 15,500 രൂപ പ്രതിമാസം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് ട്രെയിനിങ് പീരീഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് പോലത്തെ ഒരു എമൗണ്ട് ആണ് പെർ മന്ത് ലഭിച്ചുകൊണ്ടിരിക്കും. അതിന് പുറമെയാണ് ഈ ഒരു എമൗണ്ടും കൂടി ലഭിക്കുക. 15,500 രൂപ അതിന് പുറമേ ലഭിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള അലവൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പാരാ റിസർവ് അലവൻസ്, പിന്നെ ടെക്നിക്കൽ അലവൻസ്, ഇതൊക്കെ പ്രതിമാസം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അലവൻസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രതിമാസം നിങ്ങൾക്ക് ഈ അലവൻസ് ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. അതായത് അലവൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അലവൻസ് പറയുന്നത്. ഇതൊക്കെ അലവൻസ് ആണ്. 6,750 രൂപ പ്രതിമാസം നിങ്ങൾക്ക് ഹോസ്റ്റൽ സബ്സിഡി ആയിട്ട് നൽകപ്പെടും. കുട്ടികളുടെ പഠന ചെലവും കാര്യങ്ങളും അതൊക്കെ ഇതിലൂടെ പോകുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ്. അപ്പോൾ നമ്മൾ അലവൻസിനെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഓവറായിട്ട് കിടക്കേണ്ടി വരും. എനിവേ അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ്. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 16 ജൂലൈ മുതലാണ്. ഏകദേശം നിങ്ങൾക്ക് 14 ഓഗസ്റ്റ് 2024 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ആർമീൻ്റെ വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ അപേക്ഷിക്കാം. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.